കന്നി മത്സരത്തിൽ തന്നെ വയനാട് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ വൻപൻ വിജയം നേടിയ പ്രിയങ്ക ഗാന്ധി എംപിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഇന്നലെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിച്ചതിനാൽ ഈ ആഴ്ച തന്നെ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയുണ്ടാകും. നവംബർ 28-നായിരിക്കും പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. തിരഞ്ഞെടുപ്പ് സമയത്ത് സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം 12 കോടി രൂപയാണ് പ്രിയങ്കയുടെ ആസ്തി. MP ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ പ്രതിമാസം നല്ലൊരു തുക ശമ്പളമായി പ്രിയങ്കയ്ക്ക് ലഭിച്ചു തുടങ്ങും. പ്രിയങ്ക ഗാന്ധിക്ക് MP എന്ന നിലയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്നതാണ് ചർച്ചാ വിഷയം. ഇന്ത്യയിൽ ഒരു MP-യുടെ അടിസ്ഥാന ശമ്പളം പ്രതിമാസം 1 ലക്ഷം രൂപയാണ്. ഇതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും MP-മാർക്ക് ലഭിക്കും. MP ഓഫീസുകളുടെ പ്രവർത്തനത്തിനും അതത് മണ്ഡലങ്ങളിലെ വോട്ടർമാരുമായി ഇടപഴകുന്നതിനുമുള്ള ചിലവുകൾക്കായി 70,000 രൂപ മണ്ഡല അലവൻസായി ലഭിക്കും. ഇതുകൂടാതെ പാർലമെന്റ് സമ്മേളനങ്ങളിൽ ഓഫീസ് അലവൻസായി 60,000 രൂപയും ദിവസ അലവൻസായി 2,000 രൂപയും പ്രതിമാസം ലഭിക്കുന്നു. ഫോൺ, ഇന്റർനെറ്റ് ഉപയോഗത്തിനായി MP-മാർക്ക് പ്രതിവർഷം 1.5 ലക്ഷം രൂപയാണ് അലവൻസ് അനുവദിച്ചിരിക്കുന്നത്. പ്രതിവർഷം 34 സൗജന്യ ആഭ്യന്തര വിമാനയാത്രയാണ് MP-മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി അനുവദിക്കുന്നത്. കൂടാതെ പ്രൊഫഷണൽ, വ്യക്തിഗത ഉപയോഗത്തിനായി ഏത് സമയത്തും ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും അനുവദിച്ചിട്ടുണ്ട്. റോഡ് മാർഗമുള്ള ഗതാഗതത്തിന് ഇന്ധന അലവൻസും ക്ലെയിം ചെയ്യാം. പ്രതിവർഷം 50,000 സൗജന്യ യൂണിറ്റ് വൈദ്യുതിയും 4,000 കിലോ ലിറ്റർ വെള്ളവും MP-മാരുടെ കോട്ടയിൽ അനുവദിക്കുന്നുണ്ട്. ഇത് പര്യാപ്തമല്ലെങ്കിൽ MP-മാരുടെ വീടും താമസവും സർക്കാർ ഏറ്റെടുക്കും. 5 വർഷത്തെ കാലയളവിൽ MP-മാർക്ക് വാടകരഹിത ഭവനം നൽകുന്നുണ്ട്. സീനിയോറിറ്റിയെ അടിസ്ഥാനമാക്കി ഹോസ്റ്റൽ മുറികളോ അപ്പാർട്ട്മെന്റുകളോ ബംഗ്ലാവുകളോ ലഭിക്കും. ഔദ്യോഗിക വസതികൾ ഉപയോഗിക്കാത്തവർക്ക് പ്രതിമാസം 2 ലക്ഷം രൂപ ഭവന അലവൻസ് ലഭിക്കാനും അർഹതയുണ്ട്. വിവിധ ആരോഗ്യ സേവനങ്ങളും MP-മാർക്കും കുടുംബങ്ങൾക്കും സൗജന്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീം പ്രകാരം പാർലമെന്റ് അംഗങ്ങൾക്കും അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും സൗജന്യ വൈദ്യസഹായവും ലഭ്യമാണ്. സ്വകാര്യ ആശുപത്രികളിലെയും സർക്കാർ ആശുപത്രികളിലെയും പരിചരണം ഇതിൽ ഉൾപ്പെടുന്നു. പാർലമെന്റിൽ സേവനമനുഷ്ഠിച്ച MP-മാർക്ക് കാലയളവ് കഴിഞ്ഞ ശേഷം പ്രതിമാസം 25,000 രൂപ പെൻഷന് അർഹതയുണ്ടായിരിക്കുന്നതാണ്. ഏതായാലും തിരഞ്ഞെടുപ്പ് ജയിച്ചതു മുതൽ പ്രിയങ്കയുടെ മാസ വരുമാനം അറിയാനുള്ള തിടുക്കം ഇത് വായിച്ച സ്ഥിതിക്ക് ഇനിയുണ്ടാകില്ല. കന്നി അംഗത്തിൽ തന്നെ വൻ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് എത്തുകയാണ് പ്രിയങ്ക ഗാന്ധി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറാണെങ്കിലും തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക മത്സരിക്കുന്നത് ആദ്യമായാണ്. അതാകട്ടെ തന്റെ സഹോദരൻ രാജിവെച്ച സീറ്റിലും. കോൺഗ്രസിനെ സംബന്ധിച്ച് തലമുറ മാറ്റം പൂർത്തിയാകുന്നു എന്നൊരു സന്ദേശം കൂടി ഈ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അമ്മയുടെയും സഹോദരന്റെയും തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കാറുണ്ടെങ്കിലും രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിലേക്ക് പ്രിയങ്ക എത്തുന്നത് 2014 ശേഷമാണ്. മുഴുവൻ സമയ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് 2019-ലും. എന്നാൽ വെറും 5 വർഷം കൊണ്ട് അതിവേഗം കളം പിടിക്കുന്ന പ്രിയങ്കയെയാണ് രാഷ്ട്രീയ ഇന്ത്യ പിന്നീട് കണ്ടത്. രാഹുൽ ഗാന്ധിക്കൊപ്പമോ ഒരു വേള രാഹുലിന് മുകളിലോ പ്രിയങ്ക പൊതുയോഗങ്ങളിൽ ജനങ്ങളെ ആകർഷിച്ചു. രാഹുലിന് രാജീവിന്റെ മകൻ എന്ന വിശേഷണമാണ് ലഭിച്ചത് എങ്കിൽ പ്രിയങ്കയുടെ പേരിനൊപ്പം എപ്പോഴും ഉയർന്നു കേട്ടത് ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടി എന്ന വിശേഷണമാണ്. ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യം തന്നെയാണ് ഇതിന് പ്രധാന കാരണവും. രണ്ടാം ഇന്ദിര എന്ന് പോലും പലരും പ്രിയങ്കയെ വിശേഷിപ്പിക്കുന്നുമുണ്ട്. ഏതായാലും ഇന്ദിരയ്ക്കും സോണിയയ്ക്കും ശേഷം ഗാന്ധി കുടുംബത്തിലെ മറ്റൊരു വനിത കൂടി പാർലമെന്റിലേക്ക് എത്തുകയാണ്.